ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പം നിങ്ങൾ ചിലപ്പോൾ ന്യൂസ് കണ്ടായിരിക്കും നമ്മുടെ RBI പേടിഎം ബാങ്കിന്റെ ബാങ്കിങ് ലൈസൻസ് ഇപ്പോൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്, ബാൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ക്യാൻസലേഷൻ ചെയ്തിട്ടുണ്ട് അവരുടെ ലൈസൻസ്. അപ്പോൾ ഇനി നമുക്ക് ഓൾറെഡി ആ പേടിഎമ്മിനെ RBI ബാൻ ചെയ്തിട്ടുണ്ട് പുതിയ കസ്റ്റമേഴ്സിനെ അടിയിൽ നിന്ന്. അതിപ്പോൾ ഫുള്ളി നമ്മുടെ ഏപ്രിൽ 24-ആം തീയതി അവരുടെ ലൈസൻസ് ഫുള്ള് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇനി അവർക്ക് ബാങ്കിങ് ലൈസൻസ് ഇല്ല. അപ്പോൾ ഓൾറെഡി ബാങ്ക് കസ്റ്റമർ ഇവരുടെ ഓൾറെഡി പേടിഎം പേയ്മെന്റ് ബാങ്ക് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇനി ആക്ച്വലി വേണമെങ്കിൽ അവരെ നമ്മുടെ അതിൽ ബാലൻസ് ഉള്ളത് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇനി പക്ഷേ അതിൽ നമുക്ക് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ എമൗണ്ടൊക്കെ വിഡ്രോ ചെയ്തിട്ട് എടുക്കാം കേട്ടോ, എന്നിട്ട് വേറെ ബാങ്കിലും ഇടാം. ഇനി നിങ്ങൾക്ക് ആ പേടിഎം ബാങ്ക് എന്ന സംഭവം ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരെ കാര്യം പറഞ്ഞു. പിന്നെ ഓൾറെഡി എടുക്കാൻ പോകുന്നവർക്ക് ഓൾറെഡി മുമ്പും RBI ബാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ കസ്റ്റമേഴ്സിനൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി പേടിഎം നോർമൽ നമ്മുടെ UPI ആപ്പ് തന്നെ പറ്റില്ല കേട്ടോ. ഇനി ബാങ്കിങ് ലൈസൻസ് ഒക്കെ അവരെ പോയി പണ്ടത്തെ പോലെ ഇപ്പോൾ പേയ്മെന്റ് UPI പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് പോലെ തന്നെ ആയിട്ടുണ്ട്. ഇപ്പോൾ എയർടെല്ലൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എയർടെൽ പേയ്മെന്റ് ബാങ്ക് ഒക്കെ ഉണ്ടല്ലോ, ജിയോനും ഉണ്ട്. ഇപ്പോൾ അതേപോലത്തെ ബാങ്കിങ് ലൈസൻസ് ഉണ്ടായിരുന്ന പരിപാടി ഇപ്പോൾ RBI ബാൻ ചെയ്തു കേട്ടോ. മെയിൻലി ബിക്കോസ് ഇവരുടെ കുറേ നോൺ കംപ്ലൈൻസസ് ആയിട്ടുള്ളവരുടെ RBI റൂളായിട്ട് ഒന്നും കംപ്ലൈൻറ്റ് ആവാണ്ടത് കൊണ്ടാണ്. എസ്പെഷ്യലി KYC റൂൾസ് ഒന്നും ഒരു മര്യാദയ്ക്ക് ഫോളോ ചെയ്യും. അതുകൊണ്ടാണ് കുറച്ച് കാലം മുമ്പ് തന്നെ അവർക്ക് പുതിയ കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റാണ്ട് RBI ബാങ്ക് കൊടുത്തത്. ഇപ്പോൾ അവരെ ഫുൾ ലൈസൻസ് പോയി കിട്ടി. അപ്പോൾ ഇതാണ് നടന്നത്, ലൈസൻസ് ക്യാൻസലേഷൻ. അതുപോലെ തന്നെ ജനുവരി 31-ാം തീയതി ആയിരുന്നു ഇവർക്ക് ആ റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു, പുതിയ കസ്റ്റമേഴ്സ് ആഡ് ചെയ്യാൻ പറ്റില്ലെന്ന്. ഇപ്പോൾ പിന്നെ അത് പൂർത്തി. നമ്മുടെ ഏപ്രിൽ 24-ാം തീയതി അത് പിന്നെ ആ ലൈസൻസ് അങ്ങനെ എടുത്ത് കളഞ്ഞു. ഇനി ഡെപ്പോസിറ്റോ ക്രെഡിറ്റോ സംഭവമൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റും. വിഡ്രോ ചെയ്തിട്ട് വേറെ അക്കൗണ്ടിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് പുതിയ അപ്ഡേറ്റ് പേടിഎം പേയ്മെന്റ് ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പേടിഎം പേയ്മെന്റ് ബാങ്കിൻ്റെ കസ്റ്റമർ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എമൗണ്ട് വിഡ്രോ ചെയ്തിട്ട് വേറെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇടുകയായിരിക്കും നല്ല കേട്ടോ. നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യാനൊന്നും പറ്റില്ല. പണ്ട് നമ്മുടെ പുതിയ കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റില്ലാത്തൊരു ബാൻ മാത്രം ഉണ്ടാകുന്നുള്ളൂ. അത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓൾറെഡി കസ്റ്റമേഴ്സ് ആയ അവർക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. ഇനി അത് പറ്റില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻസ് അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്നിക്കൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാനും മറക്കണ്ട, നമ്മുടെ വെബ്സൈറ്റ് നോക്കാനും മറക്കണ്ട, jnb.banksupport.in. നിങ്ങൾക്ക് അതുപോലെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസ് ഒക്കെ നമ്മുടെ ഈസി ആയിട്ട് തന്നെ ക്രെഡിറ്റ് കാർഡ് നമ്മൾ എന്താ പറയുക, നിങ്ങൾക്ക് എലിജിബിലിറ്റിയും അതുപോലെ തന്നെ ക്രെഡിറ്റ് സ്കോറൊക്കെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മുടെ സെറ്റാപ്പിൻ്റെ ലിങ്കുകളാണെല്ലാം നിങ്ങൾക്ക് അതുകൂടെ ലോൺസുകളും എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് ചെയ്യാം. എല്ലാം RBI അപ്രൂവ് ചെയ്തേക്കുന്ന ലോൺ ആപ്പുകളാണ്, അല്ലാണ്ട് ഉടായ്പ സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത കാണാം.